നമസ്കാരം. ആവതുള്ള കാലത്ത്, അതായത് തൊഴിലാളി നേതാവായിരുന്ന കാലത്ത് വി ശിവൻകുട്ടിയുടെ പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. പൊതുവേദികളിൽ പോലും സ്ത്രീകളെപ്പോലും വെല്ലുവിളിക്കാൻ അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായില്ല. എപ്പോഴും ഭീഷണിയുടെയും വെല്ലുവിളിയുടെയും ഭാഷയാണ് ശിവൻകുട്ടി സ്വീകരിച്ചിരുന്നത്. നിയമസഭയിൽ അദ്ദേഹം നടത്തിയ ആക്രമണമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം കോടതിയിൽ പോലും അദ്ദേഹം ഹാജരായിട്ടില്ല. കോടതി അവസാനം അന്ത്യശാസനം കൊടുത്തതിനു ശേഷമാണ് അദ്ദേഹം കോടതിയിൽ പോലും ഹാജരാകാൻ തയ്യാറായത്. എന്നാൽ കാലം മാറി, ശിവൻകുട്ടിക്ക് പ്രായം കൂടി, അദ്ദേഹം പല അസുഖങ്ങളുടെ പിടിയിലാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അവിടെ നിയമമണ്ഡലത്തിൽ ശിവൻകുട്ടിയെ പലർക്കും വ്യക്തിപരമായി ഇഷ്ടമില്ലാത്തൊരവസ്ഥയാണ്. ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ശിവൻകുട്ടിയുടെ പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെ, CPMലുള്ള ആൾക്കാർ തന്നെ അദ്ദേഹത്തെ തള്ളിപ്പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഒരു തിരഞ്ഞെടുപ്പിന് ശിവൻകുട്ടി മത്സരിക്കുന്ന ഒരു സമയത്ത് ശിവൻകുട്ടി ആ മത്സരത്തിൽ തോറ്റു. അന്ന് ഞാൻ ഈ പാപ്പനംകോടുള്ള ഒരു അഡ്വക്കേറ്റിൻ്റെ വീട്ടിലിരിക്കുകയാണ്. ആ അഡ്വക്കേറ്റ് CPMകാരനാണ്, ശിവൻകുട്ടിയുമായിട്ടൊക്കെ അടുപ്പമുള്ളയാളാണ്. അങ്ങനെ വരുമ്പോൾ പോളിങ്ങിൻ്റെ വോട്ടെണ്ണലിൻ്റെ ഫലമൊക്കെ TV ലൈവായി വരുന്നു. കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും അവർ വലിയ ഭക്തരായിരുന്നു. അവരൊക്കെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചത്, ഈ അഡ്വക്കേറ്റും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവരുമൊക്കെ പ്രാർത്ഥിച്ചത് ഇയാൾ എങ്ങനെയെങ്കിലും തോൽക്കണേ എന്നുള്ളതായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ അയാളോട് ചോദിച്ചു, ഈ അഡ്വക്കേറ്റിനോട് ചോദിച്ചു, എന്തിനാണ് സാർ, നിങ്ങളുടെ അടുത്ത സുഹൃത്തല്ലേ, നിങ്ങൾ ഈ പാർട്ടിക്കാരനല്ലേ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹം തോൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇപ്പോഴൊന്നുമല്ല, അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇയാൾ ഒട്ടും ശരിയല്ല, ശിവൻകുട്ടിയെ വെച്ചുകൊണ്ട് ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഒരാളോട് പോലും മാന്യമായി പെരുമാറാൻ അയാൾക്ക് കഴിയില്ല എന്നൊക്കെയുള്ള ഒരുപാട് ആരോപണങ്ങൾ അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു കാര്യം, CPI നേമത്തെ CPI നേതാവായ സുലോചനൻ എന്നൊരാൾ, അദ്ദേഹത്തിന് ഒരു 19 മിനിറ്റുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നു. അതിൽ ശിവൻകുട്ടിയെ തോൽപ്പിക്കണമെന്നുള്ള ഒരു പരാമർശമൊക്കെ ഉണ്ടായിരുന്നു. ഏതോ ഒരു BJPക്കാരനോട് പറയുന്നു, ഇത്തവണ ഞാൻ നിങ്ങളോടൊപ്പമാണ് നിൽക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും സുലോചനനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എന്നാൽ സുലോചനൻ പറയുന്നത് തൻ്റെ 19 മിനിറ്റ് താൻ തൻ്റെ സുഹൃത്തുമായി നടത്തിയ ഒരു സംഭാഷണത്തിലെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുകയാണ് ചിലർ എന്നാണ്. പാർട്ടിയിൽ ആരൊക്കെയോ, പാർട്ടിയിലല്ലാത്തവരൊക്കെ പാർട്ടിയിൽ കടന്നുകൂടിയിരിക്കുന്നു, അവരാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇനി എനിക്കെതിരെ കൂടുതൽ നടപടിയെടുത്താൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തേണ്ടി വരും എന്നുള്ളൊരു മുന്നറിയിപ്പും കൂടി ഈ സുലോചനൻ കൊടുക്കുന്നുണ്ട്. ഇത് സുലോചനൻ്റെ കാര്യം മാത്രമല്ല. സുലോചനൻ്റെ കാര്യം ഇപ്പോൾ യാദൃച്ഛികമായി ഇത്തരത്തിലൊരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ നിയമമണ്ഡലത്തിൽ ശിവൻകുട്ടിയെ ഇഷ്ടമില്ലാത്ത, ശിവൻകുട്ടിയോട് താല്പര്യമില്ലാത്ത വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്, പാർട്ടി അണികളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും SDPIയുടെ പിന്തുണ ശിവൻകുട്ടി പരസ്യമായി ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശിവൻകുട്ടി അവിടെ മത്സരിച്ചപ്പോൾ SDPIയുടെ പിന്തുണ ആവശ്യപ്പെട്ടിരുന്നു എന്നും തങ്ങൾ പിന്തുണ നൽകിയിരുന്നു എന്നും അന്നത്തെ SDPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ സിയാദ് കണ്ടല പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് CPMകാരുടെ വോട്ട് കൊണ്ട് മാത്രം വി ശിവൻകുട്ടി അവിടെ ജയിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഇതൊക്കെ നല്ല കാലത്ത് സംഭവിച്ച കാര്യങ്ങളാണ്. നമുക്കറിയാം, ആര്യ രാജേന്ദ്രൻ്റെ കാര്യം നമുക്കറിയാം. 5 വർഷം അവർ എത്ര ധാർഷ്ട്യത്തോടു കൂടിയാണ് പ്രതിപക്ഷത്തോടും ജനങ്ങളോടുമൊക്കെ ഇടപെട്ടത്. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ പാർട്ടിയിലുള്ളവർക്ക് തന്നെ അവരോട് ഒരു മമത ഇല്ലാതായതിനു കാരണം ആര്യ രാജേന്ദ്രൻ്റെ പ്രവൃത്തിയാണ്. ഇന്നവർ ആരാണ്? ഇന്ന് ആരുമല്ലാത്ത രീതിയിൽ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ നിഷ്ക്രമിച്ചിരിക്കുകയാണ് ആര്യ രാജേന്ദ്രൻ. ഇതൊക്കെ അന്ന് ചെയ്ത ഈ 5 വർഷം ചെയ്തു കൂട്ടിയതിൻ്റെ ഫലമാണ്. അതുപോലെ തന്നെയാണ് ശിവൻകുട്ടിയെ ഇപ്പോഴൊക്കെ ആൾക്കാർക്ക് ചെറിയ ഒരു മമത ശിവൻകുട്ടിയോടുള്ളത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വിറയലും ആ ഒരു സംസാരവും ഒക്കെ കൊണ്ടാണ്. പണ്ടത്തെ ശിവൻകുട്ടി ഇതായിരുന്നില്ല. യൂട്യൂബൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അന്നത്തെ ശിവൻകുട്ടി ആരായിരുന്നു എന്നുള്ള കാര്യം. ആ ശിവൻകുട്ടിയായിരുന്നു ഇന്നെങ്കിൽ സ്ഥിതി ഇതൊന്നുമായിരുന്നില്ല. ഇവിടെ എന്തെല്ലാം വിഷയങ്ങളുണ്ടാക്കി പരസ്യമായി വെല്ലുവിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോലും പൊതുവേദികളിൽ നിന്ന് അണികളെ, അതായത് ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന അണികളെ വെല്ലുവിളിക്കുന്ന ഒരു രീതി വരെ ശിവൻകുട്ടിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. എപ്പോഴും ധാർഷ്ട്യമാണ് ഈ CPM നേതാക്കളുടെ ഒരു മുഖമുദ്ര. അവർക്കൊരിക്കലും മാന്യമായി പെരുമാറാൻ കഴിയില്ല, മാന്യമായി സംസാരിക്കാൻ കഴിയില്ല. വെല്ലുവിളിയുടെയും ഭീഷണിയുടെയും ഭാഷയാണ് എപ്പോഴും അവർക്കുള്ളത്. എന്തുകൊണ്ടാണ് അവരൊക്കെ ഇങ്ങനെയായി പോകുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. എന്തായാലും ഇത്തവണ ശിവൻകുട്ടിയുടെ
ജയം കണ്ടു തന്നെ അറിയണം. ഒന്നാമത് അണികൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. അതുകൊണ്ട് വി ശിവൻകുട്ടിയെ ജയിപ്പിച്ചത് കൊണ്ട് ഇവിടെ യാതൊരു കാര്യവുമില്ല. പിണറായി വിരുദ്ധ വികാരവും ഭരണവിരുദ്ധ വികാരവും ഒക്കെ നേമത്തെ അണികളിൽ തന്നെ കാണാനുണ്ട്. ഈ സൂചനകൾ നൽകുന്നത്, അതായത് അവിടുത്തെ ഒരു CPI നേതാവ് തന്നെ ഇത്തരത്തിൽ പരസ്യമായി പറയുന്നു ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് ഒരു BJP പ്രവർത്തകനോട് പറയുമ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അവിടെ ശിവൻകുട്ടിയുടെ തോൽവി തന്നെയാണ്. SDPI അല്ല, ആര് പിന്തുണച്ചാലും അവിടെ ശിവൻകുട്ടി ഇത്തവണ ജയിച്ചു കയറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയില്ല.